നമസ്കാരം. കാസർഗോഡ് മൊഗ്രാൽ പുത്തൂരിൽ ലൈഫ് പദ്ധതി പ്രകാരം വീട് നൽകാമെന്ന് പറഞ്ഞ് അധികൃതർ വഞ്ചിച്ചു എന്ന പരാതിയാണ് സാവിത്രിക്കുള്ളത്. പദ്ധതിയിൽ ഉൾപ്പെട്ടു എന്നറിയിച്ചപ്പോൾ പഴയ വീട് പൊളിച്ചു മാറ്റിയ സാവിത്രി ഇന്ന് പെരുവഴിയിലാണ്. അധികൃതർ നൽകുന്നത് ആള് മാറിപ്പോയി എന്ന വിചിത്ര വിശദീകരണമാണ്. ഇന്ന് പ്രതിഷേധവുമായി എത്തിയപ്പോൾ സാവിത്രിയെ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ പൂട്ടിയിട്ടു. ഉള്ള വീട് നഷ്ടമായതിനു പുറമെയാണ് ഈ പാവം വീട്ടമ്മയ്ക്ക് ഇങ്ങനെയൊരു ദുരവസ്ഥ കൂടിയുണ്ടായത്. പോലീസ് കേസെടുത്തിരിക്കുകയാണ് സാവിത്രിക്കെതിരെ. ഇതെന്തൊരു അനീതിയാണ് എന്നതാണ് ഇന്ന് ന്യൂസ് ഈവനിംഗ് പരിശോധിക്കുന്നത്. സ്വാഗതം പ്രേക്ഷകർക്ക്. ആദ്യം നമ്മൾ പോകുന്നത് നമ്മുടെ പ്രതിനിധിയിലേക്കാണ്. ഈ സംഭവത്തിന്റെ വിശദാംശങ്ങൾ അറിയിക്കാൻ അരുൺ പാറക്കലുണ്ട്. ആദ്യം അരുൺ പാറക്കലിലേക്ക്. അരുൺ, ഈ വിഷയത്തിൽ ഇപ്പോൾ സംഭവിച്ചത് എന്താണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? ഇവർ കൃത്യമായി തന്നെ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു എന്നാണോ നമുക്ക് മനസ്സിലായത്? ഇതിൽ പഞ്ചായത്തിന്റെ എന്തെങ്കിലും വിശദീകരണമുണ്ടോ? അനുജ, മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്തിലാണ് ഈ കേസിന് ആസ്പദമായ സംഭവം ഉണ്ടാകുന്നത്. ഈ അടുക്കത്തുബയൽ സ്വദേശിയായ സാവിത്രിക്ക് ലൈഫ് മിഷനിൽ വീട് പാസ്സായി എന്ന് ഈ പഞ്ചായത്ത് അധികൃതർ വാർഡ് മെമ്പർ മുഖേന ഇവരെ സാവിത്രിയെയും കുടുംബത്തെയും അറിയിക്കുന്നു. അതിനുശേഷം കുറച്ച് ദിവസം ഈ വീടിനെ കുറിച്ച് വിവരമൊന്നും ഉണ്ടായില്ല. അങ്ങനെ സാവിത്രിയുടെ മകൾ നിഷയും സാവിത്രിയുമൊക്കെ ഈ പഞ്ചായത്തിൽ പോയി ഈ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. റേഷൻ കാർഡൊക്കെ കൊണ്ടുപോയി അന്വേഷിച്ചു. അതിനുശേഷം ലിസ്റ്റിൽ പേരുണ്ട് എന്ന് പറയുന്നു. വാർഡ് മെമ്പറോട് ചോദിച്ചപ്പോൾ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ എം അബ്ദുൽ നാസറിനോട് ഇക്കാര്യം അന്വേഷിച്ച് അതിനുശേഷം നടപടി ഉണ്ടാക്കാമെന്ന് പറയുന്നു. തുടർന്ന് ഈ വീട്, നിലവിലുണ്ടായിരുന്ന പഴയ വീട് പൂർണ്ണമായും പൊളിച്ചു നീക്കാൻ സാവിത്രിയോട് ആവശ്യപ്പെടുന്നു. അന്നേ സാവിത്രി ചോദിച്ചു, ഈ വീട്ടിലെ ഒരു റൂമും അതുപോലെ തന്നെ ഒരു ബാത്റൂമും, കാരണം 2 ആൺമക്കൾ ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന ആളുകളാണ്. ഈ അച്ഛനും അമ്മയും, വീട്ടിലെ അച്ഛനും അമ്മയും ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്ക് ചികിത്സയിലുള്ള ആളുകളാണ്. അതുകൊണ്ട് ഒരു റൂമും ഒരു ബാത്റൂമും വെച്ച് ബാക്കി പൊളിച്ചു നീക്കിയാൽ മതിയോ എന്ന് ചോദിച്ചു. പക്ഷേ ഈ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ എം അബ്ദുൽ നാസർ അതിനെ സമ്മതിച്ചില്ല. തുടർന്ന് ഈ വീട് പൂർണ്ണമായും പൊളിച്ചു നീക്കുന്നു. വിവാഹം കഴിച്ചയച്ച മകളുടെ സ്വർണവും അതുപോലെ തന്നെ വായ്പയും എടുത്ത് ഈ പുതിയ വീട് നിർമ്മിക്കാനുള്ള കുഴൽ കിണർ ഉൾപ്പെടെ അവർ കുഴിക്കുകയും തുടർന്ന് വീടിനുള്ള ചില സാമഗ്രികളൊക്കെ തന്നെ വാങ്ങുകയും ചെയ്യുന്നു. അപ്പോഴാണ് പഞ്ചായത്തിൽ നിന്ന് മറ്റുള്ള വിവരങ്ങളൊന്നും തന്നെ, നടപടിക്രമങ്ങളൊന്നും തന്നെ പൂർത്തിയാവുന്നില്ല. മറ്റ് വിവരങ്ങളൊന്നും ഈ പഞ്ചായത്തിൽ നിന്ന് അറിയിക്കുന്നില്ല. അങ്ങനെയാണ് വീണ്ടും പഞ്ചായത്തിലെത്തി അന്വേഷിച്ചപ്പോഴാണ് മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്തിലെ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ എം അബ്ദുൽ നാസർ പറയുന്നത്, നിങ്ങളല്ല ഞങ്ങൾ ഉദ്ദേശിച്ച സാവിത്രി, ഞങ്ങൾക്ക് ആളുമാറിപ്പോയി. ഇനി പുതിയ ലിസ്റ്റിൽ പുതിയ പേര് വരുമ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് വീട് അനുവദിക്കാമെന്ന്. എന്തായാലും ഇപ്പോൾ ഇവരുടെ അവസ്ഥ ദുരിതപൂർണമാണ്. ടാർപോളിംഗ് ഷീറ്റ് കൊണ്ട് നിർമ്മിച്ച ഒരു കുടിലിൽ, ആ കുടിലാണ് ഇവരിപ്പോൾ താമസിക്കുന്നത്. ആ ഷെഡിൽ ഒരു അടച്ചുറപ്പുമില്ല. 2 മക്കളുണ്ട്. ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന 2 മക്കളുണ്ട്. ഹൃദയ സംബന്ധമായ അസുഖങ്ങളുള്ള ഈ സാവിത്രിയും സാവിത്രിയുടെ ഭർത്താവ് മിത്രനുമാണ് ഇവർക്കൊപ്പം താമസിക്കുന്നത്. എന്തായാലും ഇവരുടെ അവസ്ഥ ദുരിതപൂർണമാണ്. അതാണ്, ദുരിതപൂർണമാണ് അവരുടെ അവസ്ഥ. ആള് മാറിപ്പോയി എന്നുള്ള ഒരു വിചിത്ര വിശദീകരണം പഞ്ചായത്ത് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് വളരെ വൈകിയാണ്. അപ്പോഴേക്കും അവരുടെ വീട് മുഴുവനായി പൊളിച്ചു മാറ്റിയിരുന്നു. കൂടാതെ പുതിയ വീടിനായുള്ള കുഴൽക്കിണർ അത് ഉണ്ടാക്കി. അങ്ങനെ പെരുവഴിയിൽ കഴിയേണ്ടുന്നൊരവസ്ഥയിലാണ് നിലവിൽ സാവിത്രി ഉള്ളത് എന്നുള്ളതാണ്. നമുക്ക് ഈ വിഷയത്തിൽ ഇന്ന് പ്രതികരിക്കാനായി സാവിത്രിയുടെ മകൾ നിഷ തത്സമയം ചേരും. ഒപ്പം മൊഗ്രാൽ പുത്തൂർ 10ാം വാർഡ് മെമ്പർ മുഹമ്മദ് റാഫി ടെലിഫോൺ ലൈനിൽ, ഷിംകെ ഹരിദാസ് പ്രോപ്പർ ചാനൽ തത്സമയം ചേരുന്നുണ്ട്. നമ്മൾ തദ്ദേശ ഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷിനെ ടെലിഫോൺ ലൈനിൽ ശ്രമിക്കുന്നുമുണ്ട്. ഞാൻ ആദ്യം പോകുന്നത് ശ്രീ എം കെ ഹരിദാസിലേക്കാണ്. ശ്രീ എം കെ ഹരിദാസ്, താങ്കൾക്ക് ഈ വിഷയം എന്താണ് എന്നത് ഒരു ഒറ്റനോട്ടത്തിൽ മനസ്സിലായിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ലൈഫ് മിഷൻ പദ്ധതി എന്നുള്ളത് നമ്മൾ ഒട്ടും ചെറുതാക്കി കാണിക്കുന്ന ഒരു പദ്ധതിയല്ല. ഇതിനോടകം തന്നെ 3,67,867 വീടുകൾ പൂർത്തീകരിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ്. പക്ഷേ അതിനിടയിൽ ഇത്തരത്തിലേക്ക് ഒട്ടേറെ പരാതികളുള്ളവരുണ്ട്. നമ്മൾ തന്നെ ഇത്തരം വാർത്തകൾ നൽകിയിട്ടുണ്ട്. അതിൽ ഒരു സംഭവം എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്, പത്തനംതിട്ട സീതത്തോട് പഞ്ചായത്തിൽ ഒരാൾ, അദ്ദേഹത്തിൻ്റെ വീട് പണി പൂർത്തിയാകാതെ ഇടയ്ക്ക് കുറേ കാലം അദ്ദേഹം കാത്തിരുന്നു. അദ്ദേഹം രോഗിയായിരുന്നു, ഭാര്യ രോഗിയായിരുന്നു. അങ്ങനെ ഒരവസരത്തിൽ അദ്ദേഹത്തിന് ഇനി പ്രതീക്ഷയില്ല എന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തി അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയാണ് ഉണ്ടായത്. നമ്മൾ ആ വിഷയം വിശദമായി തന്നെ ഇതുപോലെ ന്യൂസ് ഈവനിങ്ങിൽ ചർച്ച ചെയ്തിരുന്നതുമാണ്. ഇപ്പോൾ ഇങ്ങനെയുള്ള പരാതികൾ നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്. പൂർത്തീകരിക്കാൻ കഴിയാതെ നിൽക്കുന്ന അവസ്ഥയിലുള്ള ഒട്ടേറെ പേരുണ്ട്.
പക്ഷെ ഇവിടെ നമ്മൾ കേൾക്കുന്നത് മറ്റൊരു കഥയാണ്. അതായത് ആള് മാറിപ്പോയിരിക്കുന്നു എന്ന് പറയുന്നു. അത് ഏഹ്, വീട് പൊളിച്ചു കഴിഞ്ഞിട്ടാണ് ആള് മാറിപ്പോയി എന്ന് ഇതേ അധികൃതർ തന്നെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഈ സാങ്കേതിക പിഴവ് എന്നൊക്കെ പറയുന്നതാണെങ്കിൽ പോലും അതൊരിക്കലും ന്യായീകരിക്കാൻ കഴിയുന്നതല്ല. കാരണം വളരെ പാവപ്പെട്ട ആളുകൾക്കാണ് ഇത്തരത്തിലേക്കുള്ള ദുരവസ്ഥയുണ്ടാകുന്നത്. അത് പിന്നീട് അവർ ഒന്നുമില്ലാത്തവരായി, കൂടുതലൊന്നുമില്ലാത്തവരായി മാറുന്നു. ഷെഡിൽ കഴിയേണ്ടുന്ന അവസ്ഥ, ഉണ്ടായിരുന്ന വീട് പൊളിച്ചു മാറ്റി എന്നൊക്കെ പറയുമ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഉണ്ടാകുന്ന പിഴവ് എന്നുള്ളതിനെ നമ്മൾ ഏത് തരത്തിൽ അതിനെ വിശദീകരിക്കാൻ കഴിയും? ഇത് ആരുടെ പിഴവാണ്? ഇത് ലൈഫ് മിഷനിലെ നടത്തിപ്പിന്റെ പാളിച്ചയേക്കാൾ ഇതിൽ നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ എത്രത്തോളം ദുർബലമായിട്ടാണ് നമ്മുടെ നാട്ടിലെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതും, നമ്മുടെയൊക്കെ ദൈവ കടാക്ഷം എന്നോ അല്ലെങ്കിൽ പ്രകൃതിയുടെ കടാക്ഷം കൊണ്ടോ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നു എന്നുള്ളത് മനസ്സിലാക്കേണ്ട ഒരു സ്ഥിതിവിശേഷമാണ് ഈ സംഭവത്തിലൂടെ. ഒരു സാവിത്രി വേറൊരു സാവിത്രിക്ക് പാസ്സാക്കിയത് മറ്റൊരു സാവിത്രിയാണെന്ന് തെറ്റിദ്ധരിച്ച് സർക്കാർ ഇറക്കി. അതിന് ഇവരുടെ ഭാഷയിൽ ഇവർ പറയുന്നത്, ഞാൻ ഇന്ന് നിങ്ങളെന്നെ ഈ ചർച്ചയ്ക്ക് വിളിച്ച ശേഷം ഒരു വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ക്ലറിക്കൽ എറർ എന്നാണ് ഇവര് ഭംഗിയായിട്ട് അതിനെ സൂചിപ്പിക്കുന്നത്. അപ്പൊ ഒരു ക്ലറിക്കൽ എറർ കൊണ്ട് ഭംഗിയായിട്ട് ഉള്ള സംവിധാനത്തിൽ അവരുടെ നിങ്ങളുടെ റിപ്പോർട്ടർ വളരെ ദയനീയ സ്ഥിതിയോട് കൂട്ടിട്ടാണ് അവരുടെ കുടുംബത്തിന്റെ സ്ഥിതിവിശേഷം വിവരിച്ചത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പരിസരത്തൊക്കെ ആണെങ്കിൽ അവരെ എന്റെയൊക്കെ എന്നെ പോലുള്ള സാമൂഹ്യ പ്രവർത്തകർ ഏറ്റെടുക്കേണ്ട ഒരു അവസ്ഥയിലാണ്. എന്താ പറയേണ്ടത്, അംഗവൈകല്യം വന്ന കുട്ടികള്, ഭർത്താവിന് ഹൃദയത്തിന്റെ പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നേരിടുന്നവർ, അവർ ജീവിച്ചിരുന്ന ഒരു വീട് പൊളിച്ചു കളയാനുണ്ടായ ഒരു സാഹചര്യം ഉണ്ടാക്കിയിട്ടുള്ള വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറെ ഒരു സാമൂഹ്യ നിരീക്ഷകൻ അല്ലെങ്കിൽ ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് പറയുന്നു, അദ്ദേഹത്തിന് അടിയന്തരമായിട്ട് ഈ സ്ത്രീയുടെ പേരിൽ കേസെടുക്കാൻ തയ്യാറായ പോലീസ് എന്തിന്റെ പേരിലാണ് ഇവരുടെ പേരിൽ കേസെടുത്തതെന്ന് അറിയുന്നില്ല. പക്ഷെ ഈ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. അതായത് അദ്ദേഹം ഒരു പരാതി കൊടുത്തു. ഈ പറയുന്ന വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ ഒരു പരാതി നൽകിയിട്ടുണ്ട്, കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്ന്. അതിന്റെ പേരിലാണ് കേസ് എടുത്തിട്ടുള്ളത്. സാവിത്രിക്ക് കൂടെ നിൽക്കാൻ രാഷ്ട്രീയക്കാരോ അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ വൈറ്റ് കോളർ ആളുകളോ ഇല്ലാത്തത് കൊണ്ട് നമുക്കിപ്പോ തന്നെയാണ് നമ്മുടെ സമൂഹത്തിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയൊരു സന്ദേശം അതാണ്. ഇത്തരത്തിൽ കാര്യങ്ങൾ ചോദിച്ചറിയാൻ പോയിട്ട് അവരുടെ ബുദ്ധിമുട്ട് ആ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറോട് പറഞ്ഞതിന്റെ പേരിൽ അവർക്കെതിരെ മറ്റേ ജോലി തടസ്സപ്പെടുത്തിയതിന് കേസെടുത്തത് തന്നെയാണ്. നമ്മുടെ ജനാധിപത്യ സംവിധാനം സാധാരണക്കാരന് നൽകുന്ന സംരക്ഷണം ഇതാണ് എന്നുള്ളത് ഒരു പ്രാവശ്യം കൂടി ബോധ്യപ്പെടുത്തിയത് വളരെ നന്നായി എന്തായാലും. പക്ഷെ ഈ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ ഇനി സർവീസിൽ ഇരിക്കാൻ പാടില്ല എന്നുള്ളത് മാത്രമല്ല, ഇവർക്ക് വന്നിട്ടുള്ള ഇവരുടെ വീട് പൊളിച്ചു കളയാനുണ്ടായ സാഹചര്യത്തിൽ ഉണ്ടായ നഷ്ടം കൂടി അദ്ദേഹത്തിൽ നിന്നും ഈടാക്കണമെന്നാണ് അനുജ എന്നെ പോലുള്ളവർക്ക് പറയാനുള്ളത്. ഈ ലൈഫ് മിഷൻ പദ്ധതിയുടെ ഇത്തരത്തിൽ വീട് പൊളിച്ചു കളഞ്ഞിട്ടുള്ള ഒരുപാട് വീടുകൾ സന്ദർശിച്ചിട്ടുള്ള വ്യക്തിയാണ് ഞാൻ എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ. കാരണം ഈ നീല ടാർപോളിയും വലിച്ചു കെട്ടിയിട്ടുള്ള ഒരുപാട് തറപ്പണി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്ര രൂപ, അത് കഴിഞ്ഞു കഴിഞ്ഞിട്ട് ലിൻഡിൽ ഹൈറ്റ് ആയാൽ ഇത്ര രൂപ, വാർപ്പ് കഴിഞ്ഞാൽ ഇത്ര രൂപ, ജനൽ വെച്ചാൽ ഇത്ര രൂപ, കട്ടള വെച്ചാൽ ഇത്ര രൂപ എന്നുള്ള സർക്കാർ സംവിധാനം വിശ്വസിച്ചുകൊണ്ട് ബ്ലേഡ് കമ്പനികളിൽ നിന്നും പൈസ കടം വാങ്ങിക്കൊണ്ട് ലൈഫ് മിഷൻ പദ്ധതിയിൽ അനുജ ഇപ്പൊ പറഞ്ഞു, അതായത് പത്തനംതിട്ടയിലെ ആത്മഹത്യ ചെയ്ത വ്യക്തി ആത്മഹത്യ ചെയ്യാൻ പോലും കഴിയാതെ ഈ ലൈഫ് മിഷൻ പദ്ധതിയിലെ വീട് കിട്ടുമെന്ന് കരുതി പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്ന ചുരുങ്ങിയത് ഒരു 50 പേരെ എനിക്കറിയാം. കേരളത്തിന്റെ കണക്കനുസരിച്ചിട്ട് ഏകദേശം 5 ലക്ഷം ആളുകളെങ്കിലും ഇത്തരത്തിൽ വീടിന്റെ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നവർക്ക് ഈ സാവിത്രിയുടെ സംഭവം അങ്ങേയറ്റം ഞെട്ടലുളവാക്കുന്ന ഒരു സംഭവമാണ്. കാരണം ഇവരൊക്കെ ഞങ്ങളുടെ 2ാം ഘട്ടത്തിലെ പൈസ ഇപ്പൊ കിട്ടും, 3ാം ഘട്ടത്തിലെ പൈസ ഇപ്പൊ കിട്ടും എന്ന് വിചാരിച്ചിട്ട് ഇരിക്കുന്നവര് നാളെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് പോകുമ്പോ ഇപ്പൊ മോഹനന്റെ പേര് അതെ, ഞാൻ ഈ ചർച്ചയിലേക്ക് എത്താം. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ സമ്മേളനം നടക്കുന്നുണ്ട്. തിരികെ ന്യൂസ് ഈവനിംഗ് ചർച്ചയിലേക്ക്. കാസർഗോഡ് മൊഗ്രാൽ പുത്തൂരിലെ ഒരു പാവം വീട്ടമ്മ, അവർക്ക് വീടുണ്ട് ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ എന്ന അറിയിപ്പ് ലഭിച്ചതിനെ തുടർന്ന് ഉണ്ടായിരുന്ന വീട് പൊളിച്ചു മാറ്റി, ചെലവുകൾ ഉണ്ടായി, കുഴൽക്കിണർ സ്ഥാപിച്ചു. അതിനുശേഷം സാവിത്രി എന്ന ആൾ മാറിപ്പോയിട്ടുണ്ട് എന്ന വിശദാംശമാണ് നൽകിയിട്ടുള്ളത് പഞ്ചായത്തിൽ നിന്ന്. അത്തരത്തിലേക്ക് ഒരു കൊടിയ അനീതി നേരിട്ട സാവിത്രി എന്ത് സംഭവിച്ചു ഇവിടെ എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ അനീതി എന്തുകൊണ്ടുണ്ടായി, അതിനെന്ത് പരിഹാരം എന്നതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മൾ ചർച്ചയിലേക്ക് തിരികെ പോകുന്നു. നമുക്കൊപ്പം തത്സമയം നിഷ, സാവിത്രിയുടെ മകളുണ്ട്. നിഷ, ഈ അമ്മ എപ്പോഴാണ് വീടിന് അപേക്ഷിച്ചത്? നിഷയ്ക്ക് ഞാൻ പറയുന്ന കേൾക്കാൻ കഴിയുന്നുണ്ടോ? സാങ്കേതിക പ്രശ്നമുണ്ട്.
മൊഗ്രാൽ പുത്തൂറിലെ സാവിത്രി എന്ന വീട്ടമ്മ അവർ ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ അവർക്ക് വീട് അനുവദിച്ചിട്ടുണ്ട് എന്നുള്ള അറിയിപ്പിനെ തുടർന്നാണ് പിന്നീടുണ്ടായ കാര്യങ്ങൾ. അത് വിശദാംശമാണ് ഞാൻ നേരത്തെ വിശദീകരിച്ചത്. ഇപ്പോൾ 10ാം വാർഡ് മെമ്പർ മൊഗ്രാൽ പുത്തൂറിലെ പഞ്ചായത്തിലെ 10ാം വാർഡ് മെമ്പർ മുഹമ്മദ് റാഫി ടെലിഫോൺ ലൈനിലുണ്ട്. മുഹമ്മദ് റാഫി, ഈ സാവിത്രിയുടെ വിവരം എന്താണ് എന്ന് താങ്കൾക്കറിയാമെന്ന് ഞാൻ കരുതുന്നു. താങ്കൾക്ക് മനസ്സിലായിട്ടുള്ളത് എന്താണ്? സാവിത്രിയുടെ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ടുള്ള ഈ പരാതി 2017 ലൈഫ് മിഷൻ ബെനിഫിഷ്യറി ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇവർക്ക് നിലവിൽ വാസയോഗ്യമല്ലാത്ത വീട് പൊളിച്ചു മാറ്റേണ്ടി വന്നത്. അതെ. അപ്പൊ നിലവിൽ അത് ഇതിന്റെ നിർവഹണ ഉദ്യോഗസ്ഥനായിരുന്ന വിയുടെ ഭാഗത്തുനിന്ന് വന്ന പിഴവ് കൊണ്ട് മാത്രമാണ് സാവിത്രിയുടെ ഇന്നത്തെ ഈ ദുരവസ്ഥ കാരണം. അല്ല, അതൊരു സാധാരണ രീതിയിൽ നമ്മൾ അങ്ങനെ ലഘൂകരിച്ച് പറയാവുന്ന ഒരു പിഴവാണോ മുഹമ്മദ് റാഫി? കാരണം ഉണ്ടായിരുന്ന ഒരു വീട് അത് പൊളിച്ചു മാറ്റി, കൂടാതെ കുഴൽക്കിണർ സ്ഥാപിച്ചു പുതിയ വീടിനായി. ഇതിന് ചെലവ് വേറെയുണ്ട്. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞ് ഉണ്ടായിരുന്ന വീട് തന്നെ നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ തന്നെ അത് എത്രത്തോളം ഖേദകരമാണ് ആ സംഭവം. പിന്നീടുണ്ടാകുന്ന ഒരു ആശങ്കയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ നമ്മളതൊരു വെറും പിഴവ് എന്ന തരത്തിലേക്ക് അതിനെ ലഘൂകരിക്കുന്നത് ശരിയാണോ? അല്ലല്ല, ഒരിക്കലും ശരിയല്ല. കാരണം 2017 ലൈഫ് മിഷൻ ലിസ്റ്റ് പ്രകാരമാണ് ഇവർക്ക് സീരിയൽ നമ്പർ 57 മൊഗ്രാൽ പുത്തൂർ ഗ്രാമപഞ്ചായത്തിൽപ്പെട്ട സീരിയൽ നമ്പർ 57 സാവിത്രി എലിജിബിൾ ലാൻഡ് ലിസ്റ്റിലെ പേരുണ്ടായിരുന്നത്. അപ്പൊ അത് പ്രകാരം വിഒ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾക്ക് വിഒ പറഞ്ഞു ആ ലിസ്റ്റിൽ നമുക്ക് ഇവർ അർഹതപ്പെട്ട ഗുണഭോക്താവാണ്, ഇവർക്ക് വീട് നമ്മൾക്ക് അനുവദിച്ചു കൊടുക്കാൻ പറ്റും എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് വിഒ നേരിട്ട് ചെന്ന് അവരെ വീട് പരിശോധിക്കുകയും ഇവർ അർഹപ്പെട്ട ഗുണഭോക്താവ് എന്ന് പറഞ്ഞിട്ട് അവരെ വീട് വാസയോഗ്യമല്ലാത്ത വീട് പൊളിച്ചു മാറ്റാൻ വേണ്ടിയിട്ട്. അതെ, അപ്പൊ ഇതെല്ലാം പരിശോധനയും എല്ലാം കഴിഞ്ഞിട്ട് ആണ് ഇവർ വീട് പൊളിച്ചു മാറ്റിയിട്ടുള്ളതെന്ന് താങ്കൾ തന്നെ പറയുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് ഈ പിഴവ് എന്നതിലേക്ക് എത്തുന്നത്? ഈ പിഴവ് വന്നതെന്ന് പറഞ്ഞാൽ ഇപ്പൊ നിർവഹണം ഇപ്പൊ ശരിക്ക് പറഞ്ഞാൽ ഞങ്ങൾ മൊഗ്രാൽ പുത്തൂർ ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധി എന്ന നിലയ്ക്ക് ഈ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് അതിൽ ഒരു കോണ്ടാക്ടിന് ലിങ്കും ഇല്ല. കാരണം എന്റെ വാർഡിലെ ഒരു ഗുണഭോക്താവ് എന്ന നിലയിൽ അതിനെ ഫോളോ അപ്പ് ചെയ്ത ഒരു വ്യക്തി എന്ന നിലയിൽ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് പ്രാവശ്യം അവർ വീട്ടിലേക്ക് ഇതേ വിഒനെ തന്നെ കൂട്ടി വീട് വെരിഫിക്കേഷന് കൊണ്ടുപോയിട്ടുണ്ട്. വീട് നോക്കിയതിനു ശേഷമാണ് വിഒ ഇവർ പൊളിച്ചുമാറ്റം നിർദ്ദേശിക്കുന്നതും അതിന് ശേഷമാണ് വിഒ ഇവരുടെ പേരിലല്ലാത്ത ലാൻഡ് ഇവരുടെ സാവിത്രിയുടെ പേരിലേക്ക് ആധാരം ചെയ്യാൻ വേണ്ടി പറയുന്നതും അതിനുശേഷം ആധാരം ചെയ്യുകയും ചെയ്തു. അതിനുശേഷം എഗ്രിമെന്റ് വെച്ച് എല്ലാ അവസാന ഘട്ടത്തിൽ ഇവർ പോയിട്ട് അവസാന ഘട്ടത്തിലാണ് പുള്ളി പറയുന്നത് ആ നിലവിലുള്ള ഈ സാവിത്രിയല്ല ഇതിന്റെ ഗുണഭോക്താവ് എന്നുള്ള കാര്യം. അല്ല, അത് വിശ്വാസയോഗ്യമാണോ അങ്ങനെ ഒരു കാര്യം? കാരണം ഈ പരിശോധന എല്ലാം കഴിഞ്ഞ് ഈ ആളുകളെയൊക്കെ കണ്ട് എല്ലാം കഴിഞ്ഞിട്ടാണല്ലോ ഇവർക്ക് അർഹതയുണ്ട് എന്ന് നിങ്ങൾ തന്നെ പറയുന്നത്. പിന്നീട് എങ്ങനെയാണ് ഇതല്ല എന്ന് പറയുന്നത്? പൊരുത്തപ്പെടുന്നില്ലല്ലോ മുഹമ്മദ് റാഫി. ശരി, അതിന് നിർവഹണ ഉദ്യോഗസ്ഥനായ വിഒക്ക് പറ്റിയ ഒരു ഈ പിഴവെന്ന് പറയുന്നത് ഏതാണ്? അതായത് ഈ സാവിത്രി അർഹയല്ല എന്ന് പറഞ്ഞതാണോ പിഴവ്, അതോ ഇവർക്ക് അർഹതയുണ്ട് എന്ന് പറഞ്ഞതാണോ പിഴവ്? അല്ലല്ല, അർഹതയുണ്ട് ഇവര്. പക്ഷേ അവിടെ ഈ അർഹതയുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവർ ഈ റേഷൻ കാർഡ് വെച്ച് വെരിഫിക്കേഷൻ ചെയ്യുന്ന സമയത്ത് ശരിക്കും ഒരു ഉദ്യോഗസ്ഥൻ ചെയ്യേണ്ട വർക്ക് പുള്ളി ചെയ്തിരുന്നെങ്കിൽ ഒരിക്കലും അവസാന ഘട്ടത്തിൽ ഇവരെല്ലാം ആ സാവിത്രി നിലവിലുള്ള ഗുണഭോക്താവെന്ന് പറയേണ്ട അവസ്ഥയിൽ വരുമില്ലായിരുന്നു. നിലവിൽ ഇപ്പൊ ഈ ഗുണഭോക്താവ് ഈ സാവിത്രി തന്നെയാണോ എന്നുള്ളതാണ് താങ്കളുടെയും നിലപാട്? അതെ, ഈ സാവിത്രി അല്ല നിലവിൽ. ഞങ്ങൾ പരിശോധിച്ചു. അവസാന റേഷൻ കാർഡ് വെച്ച് പരിശോധിക്കുന്ന സമയത്താണ് പുള്ളി പറയുന്നത് അത് സാവിത്രി നിലവിലുള്ള ഈ സാവിത്രി അല്ല. അല്ല, ഞാൻ ചോദിക്കുന്ന ആ സാവിത്രിയാണോ ഈ സാവിത്രി? താങ്കളുടെ അതിൽ എന്താണ് ബോധ്യം? അല്ലല്ല, ആ സാവിത്രി അല്ല ഈ സാവിത്രി. അല്ല, അതെങ്ങനെയാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. കാരണം എല്ലാ പരിശോധനകളും നിങ്ങൾ നടത്തുന്നു, അവിടെ പോയി പരിശോധന നടത്തുന്നു, ഈ ഗുണഭോക്താവ് ഈ സാവിത്രി എന്ന ഗുണഭോക്താവിനെ കണ്ട് കാര്യങ്ങൾ സംസാരിക്കുന്നു. അതിനുശേഷമാണ് നിങ്ങൾക്ക് ആ വീടിന് അർഹതയുണ്ട് എന്ന് പറയുന്നതും ഇവർ വീട് പൊളിച്ചു മാറ്റുന്നതും. പിന്നെ ആ സാവിത്രി അല്ല ഇത് എന്ന് നിങ്ങൾ പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ്? ഉദ്യോഗസ്ഥനല്ലേ ഇതിന്റെ നിർവഹണ ഉദ്യോഗസ്ഥനല്ലേ റേഷൻ കാർഡ് പരിശോധിച്ചിട്ട് ഈ ഗുണഭോക്താവ് തീരുമാനിക്കുന്ന അവരല്ലേ. ഞങ്ങൾ ജനപ്രതിനിധികളല്ലല്ലോ. അവര് പറയുന്നു, ഞങ്ങൾ അതിന് ഫോളോ അപ്പ് ചെയ്യുന്നു. അത് തന്നെയാണ് ഞാൻ ചെയ്തത്. ശരി, ഞാൻ താങ്കൾ ഒന്ന് തുടരുക. ഇപ്പോൾ ഈ സാവിത്രിയുടെ മകൾ നിഷ നമുക്കൊപ്പം തത്സമയമുണ്ട്. നിഷ, ഇപ്പോൾ മുഹമ്മദ് റാഫി പറയുന്നത് കേട്ടല്ലോ. താങ്കൾക്ക് ഒരുപക്ഷെ മുഹമ്മദ് റാഫിയൊക്കെ പരിചയമുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. ഇവരൊക്കെ നേരിട്ട് അവിടെ വന്ന് പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയ ആളുകളൊക്കെയാണ്. ഇപ്പം അദ്ദേഹം പറയുന്നത് താങ്കൾ കേട്ടിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു. ഇതിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ?
അത് മെമ്പറെ നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ കഴിയില്ല മാഡം. ഹലോ പറഞ്ഞോളൂ, കേൾക്കാം. ഹലോ നമുക്ക് മെമ്പർ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല മാഡം. എന്താ വെച്ചാൽ വിഒ കൊടുത്ത നിർദ്ദേശമാണ് മെമ്പറും നമ്മളോട് പറയുന്നത്. എന്താ വെച്ചാൽ ഇത് മെമ്പർ പറഞ്ഞു നിങ്ങൾക്ക് 2017 ലിസ്റ്റിൽ പേരുണ്ട്. ഞാൻ നേരിട്ട് റേഷൻ കാർഡ് കൊണ്ടുപോയി വിഒൻ്റെ മുഖാന്തരം റേഷൻ കാർഡ് കാണിച്ചിട്ട് വിഒ കമ്പ്യൂട്ടറിൽ നോക്കിയിട്ട് എന്നോട് നേരിട്ട് പറഞ്ഞതാണ് 2017 ലിസ്റ്റിൽ സാവിത്രി എന്ന പേരുണ്ട്, ആദ്യ പരിഗണനയായിട്ട് പ്രയോറിറ്റി നോക്കിയിട്ട് നിങ്ങൾക്ക് തന്നെ നമ്മൾ തരും എന്ന് എന്നോട് പറഞ്ഞതാണ്. ഈ സാവിത്രി എന്ന് പറയുന്ന ഈ അഡ്രസ്സും കാര്യങ്ങളും എല്ലാം നിങ്ങളുടെ അതേ അഡ്രസ് ഒക്കെ തന്നെയല്ലേ ആ രേഖയിൽ ഉണ്ടായിരുന്നു നിഷ? ഞാൻ റേഷൻ കാർഡ് കൊണ്ടുപോയിട്ടാണ് മാഡം അവർക്ക് കാണിച്ചത്. വിഒക്ക് റേഷൻ കാർഡ് നോക്കിയിട്ടാണ് അവർ എന്നോട് പറഞ്ഞത് ഇത് സാവിത്രിയാണ്, വൈഫ് ഓഫ് മിത്രനാണ്, കോട്ടാവൾപ്പാണ്, എല്ലാ കാര്യങ്ങളും. അത് എങ്ങനെ തെറ്റുപറ്റിയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് നിർമ്മാണ ഉദ്യോഗസ്ഥൻ്റെ പിഴവാണ്. എന്താ വെച്ചാൽ ശരിക്കും അഡ്രസ്സ് കാര്യങ്ങൾ നമ്പർ റേഷൻ കാർഡ് നമ്പർ ഒന്നും നോക്കാതെ ഒരു സാവിത്രി കമ്പ്യൂട്ടറിൽ കാണിക്കുമ്പോൾ അത് നിങ്ങളാണ് എന്ന് പറഞ്ഞ് ഞങ്ങളെ പറ്റിച്ചു. അല്ല, അപ്പൊ എന്നിട്ട് പിന്നീട് എന്താണ് സംഭവിച്ചത്? നിങ്ങൾ അന്ന് അതിനു മുൻപ് ഉത്തരവാദിത്തമല്ല. അതെ, നിങ്ങളപ്പോ അതിനു മുൻപ് താമസിച്ചിരുന്നത് ഏത് തരത്തിലുള്ള വീടാണ്? ഷെഡ് പോലെയുള്ള സ്ഥലത്തായിരുന്നോ? നമ്മൾ ഈ പൊളിച്ചു മാറ്റുന്നതിന് മുമ്പേ ഉണ്ടായ വീട് മാഡം 38 വർഷം പഴക്കമുള്ള വീടാണ്. അത് നമ്മൾ ഈ റിപ്പയറിങ് ചെയ്ത് പിന്നെ റിപ്പയറിങ് ചെയ്യാത്തൊരവസ്ഥയാണ്. മണ്ണിട്ട വീടാണ്. ആ വീട്ടിൽ എൻ്റെ 2 അനിയന്മാരും അസുഖബാധിതരാണ്. അച്ഛന് ജോലിക്ക് പോകാൻ കഴിയില്ല, അമ്മ ഹാർട്ട് പേഷ്യൻ്റ് ആണ്. ഞാനാണ് അവരെ നോക്കുന്നത് മാഡം. അപ്പോൾ എൻ്റെ വീട് എന്നുള്ള ഒരു സ്വപ്നം കൊണ്ടാണ് ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ ശേഷം മുതലേ നമ്മൾ എഴുതിയിട്ടിടുന്നുണ്ട് ഒരു വീട് എന്നുള്ള സ്വപ്നത്തിന്. ഇതിൽ പേരുണ്ടെന്ന് നമ്മൾ കണ്ടു. എന്നിട്ട് നമ്മൾ ഇപ്പം ഞാൻ എൻ്റെ കുടുംബ വീട്ടിലാണ് ഹസ്ബൻഡിൻ്റെ കൂടെ. പക്ഷെ അവിടെ ആണെങ്കിലും എൻ്റെ ഹസ്ബൻഡിൻ്റെ ഹെൽപ്പോട് കൂടി ഇവരെല്ലാ കാര്യം നോക്കുന്നത് ഞാനാണ്. മരുന്ന് കാര്യങ്ങൾ, ഫുഡ്, ഭക്ഷണം. അതെ, അപ്പോൾ ഈ ഇത്തരത്തിൽ വീടുണ്ട്, നിങ്ങൾക്ക് വീടുണ്ട് എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഉണ്ടായിരുന്ന ആ പഴയ വീട് പൊളിച്ചു മാറ്റിയത് അല്ലേ? പിന്നീട് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തത്? പുതിയ വീടിന് വേണ്ടി എന്തൊക്കെ ചെയ്തു? കുഴൽക്കിണർ സ്ഥാപിക്കാനുള്ള കാര്യങ്ങൾ, അങ്ങനെ മറ്റെന്തൊക്കെ? ആദ്യം അതെ മാഡം, ആദ്യം നമ്മളോട് പറഞ്ഞു നിങ്ങൾക്ക് പാസ്സായിട്ടുണ്ട്, നിങ്ങൾ അതിന് വേണ്ട എഗ്രിമെന്റ് എല്ലാം തയ്യാറാക്കുക. മീൻസ് തയ്യാറാക്കുന്ന പറഞ്ഞാൽ പെർമിഷൻ എടുക്കുക, എഞ്ചിനീയറെ പോയിട്ട് കാണുക, പ്ലാൻ റെഡിയാക്കുക, ഉള്ള വീട് പൊളിക്കുക, പിന്നെ നിരത്തുക, പിന്നെ എഞ്ചിനീയറുകൾ കാണുക, പെർമിഷൻ, അങ്ങനെ എല്ലാ കാര്യങ്ങളും. പിന്നെ കോൺട്രാക്ടർ വന്ന് നോക്കി വീട് നോക്കി അപ്പോൾ പറഞ്ഞു ഞങ്ങൾക്ക് വെള്ളമില്ലാത്തതുകൊണ്ട് അയക്കുടിയിലെല്ലാം വെള്ളം വറ്റുന്ന സമയമാണ്, അവിടെല്ലാം വെള്ളം കുറവാണ്, അപ്പോൾ ബോറിടണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ബോറിട്ടു, എല്ലാം റെഡിയായി മാഡം. എഗ്രിമെന്റ് അടക്കം ഞങ്ങൾ അവിടെ കൊണ്ടു കൊടുത്തു. അപ്പൊ ഇപ്പൊ താമസിക്കുന്നത് എവിടെയാണ്? ഒപ്പിട്ട് വാങ്ങിച്ചു. അമ്മയും സഹോദരന്മാരും അച്ഛനും താമസിക്കുന്നത് ഇപ്പൊ എവിടെയാണ്? ഇപ്പൊ മഴ വരുന്നതിന് ഇപ്പൊ നമ്മള് വാടക വീട്ടിലാണ് മാഡം. എന്താ വെച്ചാല് 2 ആഴ്ചയായി വാടക വീട്ടിലേക്ക് മാറിയിട്ട്. അതിനു മുമ്പ് ഞങ്ങൾ ആ ഷെഡിലായിരുന്നു താമസം. എന്താ വെച്ചാല് ഞാൻ തന്നെ ആ ഷെഡ് കെട്ടിയിട്ട് അവരവിടെ താമസിപ്പിച്ചു. എത്ര കാലമായി ദുരവസ്ഥ എന്ന് കൂടി പറഞ്ഞാൽ എനിക്കൊരു ഇടവേളയിലേക്ക് പോകാം. വെള്ളമെല്ലാം കേറിയിട്ട്. ഓക്കെ മാഡം. അല്ല, എത്ര കാലമായി ഇങ്ങനെ താമസിക്കുന്നു? ഷെഡിലും പിന്നീട് വാടക വീട്ടിലും? ഞങ്ങള് ഷെഡില് ഇപ്പോ ഈ പഞ്ചായത്ത് പൊളിച്ചു മാറ്റിയില്ലേ, അപ്പൊ ഞങ്ങൾ അമ്മേരെ ചേച്ചിയുടെ വീട്ടിലായിരുന്നു 1 മാസത്തോളം. എന്താ വെച്ചാല് അവിടെ ഇപ്പോൾ ഈ കുഞ്ഞ് ഉള്ളിൽ തന്നെ മോശം ചെയ്യും, ഉള്ളിൽ തന്നെ മൂത്രമൊഴിക്കും. പിന്നെ സുഖമില്ലാത്ത ഒരു അനിയനും കൂടിയുണ്ട്. പിന്നെ അച്ഛനും കുറച്ച് കള്ളു കുടിച്ച വെള്ളടി, അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാലും അച്ഛൻ പണിക്ക് പോവും കൊണ്ടുവരും. പിന്നെ ചിലപ്പോൾ പണിക്ക് പോകാൻ പറ്റാറില്ല, ഷുഗർ പ്രഷറിലാണ്. ഇപ്പോഴത്തെ അവസ്ഥ. ഞാൻ ഒരു ഇടവേള കൂടി എടുക്കുന്നു, അതിനുശേഷം ഞാൻ വേഗം മടങ്ങിയെത്തും. ശ്രീ മുഹമ്മദ് റാഫി, താങ്കൾ കൂടി ഒരല്പസമയം ടെലിഫോൺ ലൈനിൽ തുടരണം. തിരികെ ന്യൂസ് ഈവനിംഗ് ചർച്ചയിലേക്ക് ഞാൻ മുഹമ്മദ് റാഫിയിലേക്ക് പോകുന്നു. ശ്രീ മുഹമ്മദ് റാഫി, നമ്മുടെ സമയം അവസാനിക്കുകയാണ്. ഇപ്പോൾ നമുക്കിതിൽ ഈ ഫോട്ടോ
ഒക്കെ എടുത്ത് ഇതൊക്കെ പ്രസിദ്ധീകരിക്കണം, അങ്ങനെയൊക്കെയാണല്ലോ അതിൻ്റെ ഒരു കീഴ്വഴക്കം. കൂടാതെ ഈ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കേണ്ട പല പല സ്ഥാപനങ്ങളുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഈ നടപടിയിലേക്ക് അവർ പോയിട്ടുള്ളത്. അപ്പോഴാണ് ഇത് ആൾ മാറിപ്പോയി എന്ന് പറയുന്നത്. നമുക്കൊരിക്കലും അത് അംഗീകരിക്കാൻ കഴിയുന്നതുമല്ല. നമുക്കിനി അറിയേണ്ടത് എന്താണ് ഈ കുടുംബത്തിന് മുന്നിലുള്ള വഴി എന്നുള്ളതാണ്. താങ്കൾ ഇതിൽ ഇവരെ സഹായിക്കാനായി മുന്നിൽ നിൽക്കുന്നയാളാണ് എന്നറിയാം. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, എന്താണ് ഇവർക്ക് മുന്നിലുള്ള മാർഗം? നിലവിൽ ഇവര് 2017 ലിസ്റ്റിൽ ഇങ്ങനെ ഒരു പ്രശ്നമായി. അത് മൊത്തത്തിൽ അവര് വീട് പൊളിച്ചു മാറ്റി. ഒരു ദുരിതാവസ്ഥയിലാണ് അവരിപ്പോൾ ഉള്ളത്. നിലവിൽ അവര് 2020 പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ അറിവ് അനുസരിച്ചാണ് പറയുന്നത്. നിലവിൽ 2020 ഭൂരഹിത ഭവന രഹിത ലിസ്റ്റിൽപ്പെട്ട ഈ സാവിത്രിയുടെ മകന് വിഷ്ണു കോട്ടവളപ്പ് അവര് ലിസ്റ്റിൽപ്പെട്ടിട്ടുണ്ട്. അത് ഭൂരഹിത ഭവന രഹിത ലിസ്റ്റാണ്, ലാൻഡ് ലെസ്സിലാണ്. അപ്പൊ അതിന് 29/3/2023 മുഗ്രാൽപുത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതിയിൽ അഡ്വക്കേറ്റ് സമീറ ഫൈസലിന്റെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സമീറ ഫൈസലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ബോർഡ് യോഗത്തിൽ ഇതിനെ ലാൻഡ് ലെസ് ലാൻഡിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം ഞങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. 2020 ലിസ്റ്റിലാണ് അത്. ആ ലിസ്റ്റ് പ്രകാരം ഇത് മാറ്റേണ്ടത് ലൈഫ് മിഷനായിട്ട് ബന്ധപ്പെട്ട് അവരാണ് ഇത് മാറ്റി തരേണ്ടത്. പക്ഷെ അത് ഇനി സാവിത്രിക്ക് വീടിനുള്ള സാധ്യതയില്ല. പക്ഷെ പകരം മകൻ വിഷ്ണുവിന് ആ പട്ടികയിൽ പേരുണ്ട്. വിഷ്ണുവിന് 2020 ലിസ്റ്റിലുണ്ട്. ഓക്കെ, അപ്പൊ അതൊക്കെ ഇനി എപ്പോഴത്തേക്കായിരിക്കും ഈ വീട് ഇനി ഉണ്ടാകുക? കാരണം അവരുടെ ഒരു അവസ്ഥ കേട്ടല്ലോ. അതെ, സാവിത്രി അടക്കം ജില്ലാ കളക്ടർക്കും ഡയറക്റ്റ് പോയിട്ട് പരാതി കൊടുത്തിട്ടുണ്ട്. പക്ഷെ അന്നേരം ഡയറക്റ്റ് പഞ്ചായത്തിലേക്ക് ഫോർവേഡ് ചെയ്തത്. പക്ഷെ പഞ്ചായത്തിന് ഇതിൽ ഒന്നും ചെയ്യാനില്ല. ഇതിന്റെ ലൈഫ് മിഷന്റെ സൈറ്റിൽ ഇതിന് ഭൂരഹിത ഭവന ലിസ്റ്റ് ലാൻഡ് ലെസ് ഒന്ന് മാറ്റി തരേണ്ടത് ഇത് ഇവരുടെ ലൈഫ് മിഷനാണ്. അത് മാറ്റി തന്നു കഴിഞ്ഞെങ്കിൽ ഇവർക്ക് 2020 ലിസ്റ്റിൽ ഉൾപ്പെടുത്തിട്ട് വീട് അനുവദിച്ചു കൊടുക്കാൻ പറ്റും. അതായത് മകന് വീട് അനുവദിച്ചു കൊടുക്കാൻ പറ്റും എന്നാണ് അല്ലേ? വിഷ്ണു കോട്ടവളപ്പെന്ന പേര് 2020 ലിസ്റ്റിലുണ്ട്. അപ്പൊ അത് സാവിത്രിയുടെ മകന്റെ പേരിലാണ് അപേക്ഷ അവർ ഓൾറെഡി കൊടുത്തിട്ടുള്ളത്. ആ ലിസ്റ്റ് പ്രകാരം അവർക്ക് വീട് അനുവദിച്ചു കൊടുക്കാനുള്ള നിർവഹണ ഉദ്യോഗസ്ഥന്മാരെ ബന്ധപ്പെട്ടിട്ട് കിട്ടിയ എനിക്കുള്ള അറിവ്. ശരി, എന്തായാലും ഇവിടെ ഈ സമയത്തെങ്കിലും ഒരു പിഴവ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇനിയെങ്കിലും സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമ്മൾ ആശിക്കുകയാണ്. വളരെ നന്ദി ശ്രീ മുഹമ്മദ് റാഫി. ഒപ്പം നിഷ ഇപ്പോൾ പറയുന്നത് പോലെ സഹോദരൻ്റെ പേര് ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വീടിനുള്ള സാധ്യത ഇനിയും ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ നിങ്ങൾക്കൊപ്പം തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ്. ഇതിൻ്റെ ഫോളോ അപ്പ് എങ്ങനെയാണ് എന്നതൊക്കെ നമ്മൾ തീർച്ചയായും അന്വേഷിക്കുകയും ആ വിവരങ്ങൾ നൽകുകയും ചെയ്യുമെന്ന് ഉറപ്പ് തരികയാണ്. വളരെ നന്ദി നിഷ പ്രതികരിച്ചതിനൊപ്പം മുഹമ്മദ് റാഫി. ഈ ചർച്ച ഇവിടെ അവസാനിക്കുന്നു. ഇനി ഇപ്പോൾ കിട്ടിയതുമായി ടി കെ റിജിത്തും സോന ജെറിയും. നമസ്കാരം.